പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നത്. ജംഷഡ്പൂർ FC ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ജംഷഡ്പൂരിനെ നേരിട്ട് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് 2024 മത്സരങ്ങളെല്ലാം പൂർത്തിയാകും. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വരുന്നത് 2025 ജനുവരി 5-ാം തീയതിയാണ്. ആ മത്സരത്തിൽ പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത്. എന്നാൽ പഞ്ചാബിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ലോട്ടറി തന്നെ അടിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളൊന്നും ആ മത്സരത്തിൽ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി ഒറ്റ വിദേശ താരം മാത്രമേ ആ മത്സരത്തിൽ കളിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് പക വീട്ടാൻ പറ്റിയൊരു അവസരം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് സുവർണ അവസരം തന്നെ ഇപ്പോൾ കൈവന്ന് ചേർന്നിരിക്കുന്നു പറയേണ്ടി വരും. എന്തായാലും ഇന്നലത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് FC മത്സരം കഴിഞ്ഞതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ അവസരം വന്നു ചേർന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു കടപ്പാട് ഇപ്പോൾ നടത്തേണ്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും അവർക്ക് വേണ്ടി കളിക്കാത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ സൂപ്പർ താരമായ ഫിലിപ്പ് മർസിയാക്ക് എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരം അടുത്ത മത്സരത്തിൽ കളിക്കില്ല. അതുപോലെ തന്നെ അവരുടെ സൂപ്പർ താരമായ എസീക്വൽ വിഡൽ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരവും അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല. താരത്തിന് ഇന്നലെ റെഡ് കാർഡ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താരം കളിക്കാനുള്ള സാധ്യതകൾ നിലവിലിപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇവാൻ നോവോസൊലെക് എന്ന് പറയുന്ന അവരുടെ സൂപ്പർ വിദേശ താരവും അടുത്ത മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതകളില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവർക്കൊക്കെ മഞ്ഞ കാർഡിൻ്റെ സസ്പെൻഷൻ ആണെന്നാണ്, യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും കാണില്ല. കൂടാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, അവരുടെ വജ്രായുധം എന്നറിയപ്പെടുന്ന ലൂക്ക മാഴ്സൺ, അദ്ദേഹവും അടുത്ത മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല. താരത്തിന് നിലയിൽ 4 യെല്ലോ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താരത്തിനും അടുത്ത മത്സരം സസ്പെൻഷൻ ആയിരിക്കും. എന്തായാലും അവർ ഒറ്റ വിദേശ താരത്തെ വെച്ച് മാത്രമായിരിക്കും അടുത്ത മത്സരം കളിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് അസ്മീർ സുൽജിക് എന്ന് പറയുന്ന ഒരു വിദേശ താരത്തെ വെച്ച് മാത്രമായിരിക്കും അവർ അടുത്ത മത്സരത്തിൽ കളിക്കുക. ആ താരത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഓൾ ഇന്ത്യൻ നിരയുമായിട്ടായിരിക്കും അവർ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത് മുതലെടുക്കാൻ സാധിക്കുമെന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെ വീഴ്ത്തുകയും അത് കഴിഞ്ഞ് പഞ്ചാബിനെ കൂടെ വീഴ്ത്താൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ സജീവമാക്കി വയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.